പുതുവർഷത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ അർത്ഥവത്തുമായ 5 ശീലങ്ങൾ. 1. കുടുംബ പ്രാർത്ഥനയുടെ സമയം. കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. സമയം നിശ്ചയിക്കുക. എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. എല്ലാവരെയും ഉൾപ്പെടുത്തുക. പ്രാർത്ഥനയിൽ മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും ഒരു ചെറിയ ഭാഗമെങ്കിലും നയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് അവരിൽ ആത്മീയ താല്പര്യം വളർത്തും. 2. ചിട്ടയായ ബൈബിൾ വായന. ദൈവവചനം കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നു. ഈ വർഷം ഒരു പുതിയ രീതി പരീക്ഷിക്കാം. വായനാ പദ്ധതി. ദിവസവും ഒരു അധ്യായം വീതം വായിക്കുക. ഉദാഹരണത്തിന് സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പത്തി എന്നിവയിൽ നിന്ന് തുടങ്ങാം. വായിച്ച ഭാഗത്തു നിന്ന് ഒരു വാചകം മാത്രം ആ ദിവസത്തെ ചിന്താവിഷയമായി എടുത്ത് പരസ്പരം പങ്കുവയ്ക്കുക. 3. കൃതജ്ഞതാ പ്രകടനം. പരാതികൾക്ക് പകരം നന്ദി പറയുന്ന ശീലം ഐശ്വര്യം വർദ്ധിപ്പിക്കും. നന്ദി പറയുന്ന സമയം. രാത്രി ഭക്ഷണ സമയത്തോ പ്രാർത്ഥനാ സമയത്തോ അന്ന് നടന്ന നല്ലൊരു കാര്യത്തിന് ദൈവത്തോട് നന്ദി പറയുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ഓരോ ദിവസവും ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരു ചെറിയ കടലാസിൽ എഴുതി ഒരു ഭരണിക്കുള്ളിൽ ഇടുക. മാസാവസാനം ഇത് തുറന്നു വായിക്കുന്നത് കുടുംബത്തിന് വലിയ സന്തോഷം നൽകും. 4. കരുണയും ദാനധർമ്മവും. നമ്മുടെ പക്കലുള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നത് കുടുംബത്തിന് അനുഗ്രഹം നൽകും. സാമ്പത്തിക കൊടുക്ക. എല്ലാ മാസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് അത് പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനോ രോഗികൾക്കോ നൽകുന്നത് ശീലമാക്കുക. ഭക്ഷണം പങ്കുവെക്കൽ. വിശേഷ ദിവസങ്ങളിൽ അടുത്തുള്ള അനാഥാലയങ്ങളിലോ ആവശ്യക്കാർക്കോ ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക. 5. നിശബ്ദതയുടെ നിമിഷങ്ങൾ. ബഹളങ്ങൾക്കിടയിൽ അല്പനേരം ദൈവത്തോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. വ്യക്തിപരമായ പ്രാർത്ഥന. രാവിലെ ഉണർന്നയുടൻ 5 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. ആ ദിവസം ദൈവത്തിന് സമർപ്പിക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഐശ്വര്യം എന്നത് കേവലം പണമല്ല, മറിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും പരസ്പര ബഹുമാനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ആത്മീയ ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.